ഇന്നത്തെ കാലത്ത് എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും ഇതുപോലെയുള്ള ആൾക്കാർ ചെല്ലുന്നത് കൊണ്ട്, കാരണം ഒരാൾ വല്ലതും രഹസ്യമായി കുറച്ച് മന്ത്രം വായിക്കും, അവൻ ആ ദുരിതത്തിൽപ്പെടുന്ന ആ ദുരിതം മാറും. ദുരിതം മാറിയതിന് ശേഷം ഈ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു ഗുരുനാഥൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഇതൊരു സ്ഥിരം ആയതുകൊണ്ട് ഇന്ന് പല ഗുരുക്കന്മാരും പല മന്ത്രങ്ങളും പല രീതികളും ചെന്നാൽ ഉടനെ ഒന്നും കൊടുക്കാറില്ല. കാരണം വരുന്ന ശിഷ്യൻ അവിടെ നിന്ന് കുറച്ച് പഠിച്ചു, ഈ ആൾ പറയില്ല ഞാൻ ഇന്ന ഗുരുവിൻ്റെ നിന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കത് ഇന്ന ദുരിതമുണ്ട്, അതൊന്നും പറയില്ല. ഇവർ മറച്ചു വെച്ചിട്ടാണ് ആദ്യം എന്നുള്ള രീതിയിൽ ഈ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക. ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒരു 85% ഗുരുക്കന്മാർക്ക് ഒരാൾ വരുമ്പോൾ ഇവൻ ഇത് ഇങ്ങനെയാണെന്നും, കാരണം ഈ മേഖലയിൽ അവർ വർഷങ്ങളായി നിൽക്കുന്നതാണ്. ഞാൻ തന്നെ ഒരു 20 വർഷമായി പഠിച്ചിട്ട്, 16-20 വർഷം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനേക്കാൾ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗുരുക്കന്മാരാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നൊരു മന്ത്രം ചോദിക്കുമ്പോഴോ അവരുടെ വരവ്, അവരുടെ പോക്ക്, ഇതൊക്കെ അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവർ സാധാരണ ഇപ്പോൾ പലരും നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ഗുരുക്കന്മാർ പലരും ചെയ്യുന്നത്, ഇവൻ വന്ന് നമ്മളോട് ഒരു അടുപ്പം സൃഷ്ടിച്ച് തുടങ്ങുമ്പം തന്നെ ഈ ഗുരുനാഥൻ തന്നെ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞാൻ തന്നെ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് അവനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, പരമാവധി ഒഴിഞ്ഞു പോകും. കാരണം എനിക്ക് മുമ്പ് വന്ന ശിഷ്യന്മാരിൽ നിന്നെല്ലാം തിക്ത അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്.